തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 188 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു പഴയ സിനിമാ പാട്ട് നമുക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഹൃദയം കഠിനമായി പോകുന്ന ഒരു ഏർപ്പാട്, അതാണ് ആ പാട്ടിൽ ധ്വനിക്കുന്നത്. മനുഷ്യരുടെ ഹൃദയം മാംസളമായിരിക്കണം, അത് കരുണയുള്ളതായിരിക്കണം, അത് യാഥാർത്ഥ്യങ്ങളോട് തുറവിയുള്ളതായിരിക്കണം. പക്ഷേ അതിന് അത്തരത്തിലുള്ളൊരു രീതി അല്ലാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള പാട്ടുകൾ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ നമുക്ക് ഈ ആശയം, കല്ലായി പോകുന്ന ഹൃദയം, നെഞ്ച്, അത്തരത്തിലുള്ള സൂചനകൾ നമുക്ക് 8 ഇടങ്ങളിൽ കാണാം. ഗ്രീക്ക് ക്രിയാപദം പോറോവോ എന്നാൽ ഗ്രീക്കിൽ പോറോസ് എന്ന നാമപദത്തിൽ നിന്നാണ് പോറോവോ എന്ന ഗ്രീക്ക് ക്രിയാപദം വരുന്നത്. എന്താണ് പോറോസ്? പോറോസ് എന്നാൽ ശരിക്കും കല്ല്, അല്ലെങ്കിൽ കടുത്ത കല്ല്, മാർബിൾ എന്നൊക്കെയുള്ള അർത്ഥമാണ് പോറോസിനുള്ളത്. അപ്പം അതിൻ്റെ ക്രിയാപദം പോറോവ, കല്ല് പോലെയാവുക. നമ്മൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 52-ാം വാക്യത്തിലും 8-ാം അധ്യായം 17-ാം വാക്യത്തിലും, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യത്തിലും, റോമാക്കാർക്കുള്ള ലേഖനം 11:7-ലും, കൊറിന്തോസുകാർക്കുള്ള 2-ാമത്തെ ലേഖനം 3:14-ലും ഈ ക്രിയാപദം കാണുന്നുണ്ട്. നമ്മൾ മർക്കോസ് 6:52-ൽ അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു എന്നാണ് പരിഭാഷ. 8:17-ലും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. എന്താണ് ഇതിലൂടെയെല്ലാം അർത്ഥമാക്കുന്നത്? ഗ്രേക്കോ റോമൻ ലോകത്ത് ഒരു റെസ്പോൺസീവ്നെസ് ഇല്ലാത്ത അവസ്ഥ, ഒരു പ്രത്യുത്തരമില്ലാത്ത അവസ്ഥ, കല്ല് പോലെ ഇരിക്കുക, അതായത് മറുപടിയില്ല, കല്ല് പോലെ ഇരിക്കുക, ഒരു ഇമോഷനില്ല, കല്ല് പോലെ ഇരിക്കുക, ഒരു പ്രതികരണമില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക്, പക്ഷേ ഓർക്കണം, ഇത് ശാരീരികമായ ഒരവസ്ഥയെ സൂചിപ്പിക്കാം, ഫിസിക്കലായിട്ടുള്ളൊരവസ്ഥയെ സൂചിപ്പിക്കാം, ഒപ്പം രൂപക അർത്ഥത്തിൽ മെറ്റഫോറിക്കലായിട്ടും സൂചിപ്പിക്കാം. നോക്കൂ, ബൈബിളിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാം ഈ മെറ്റഫോറിക്കലായ രൂപക അർത്ഥത്തിലാണ്. അതായത് ഒരു തരം ആത്മീയ അവസ്ഥ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹങ്ങൾക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലും ദൈവം പകർന്നു നൽകുന്ന സത്യവും സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥ, അതാണ് ഹൃദയ കാഠിന്യം അഥവാ മന്ദീഭവിക്കൽ. ഇവിടെ നമുക്ക് ഇസ്രായേൽക്കാരുടെ ഒബ്സ്റ്റിനസിയെക്കുറിച്ച് പറയാൻ പഴയ നിയമത്തിൽ ഹീബ്രു പദങ്ങൾ, പ്രത്യേകിച്ച് ഹസക് എന്ന പദം പുറപ്പാട് പുസ്തകം 4:21 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഫറവോയുടെ ഹൃദയം ദൈവം കഠിനമാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഫറവോയ്ക്ക്
മോശയിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളോട് വേണ്ട രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഫറവോയ്ക്ക് ഉണ്ടത്രേ. ആ അവസ്ഥ അവസാനം എത്തിച്ചേരുന്നത് വലിയ ശിക്ഷയിലേക്കാണ്. ഫറവോയ്ക്കും ഈജിപ്തിനുമുള്ള വലിയ ശിക്ഷ. ഇനി മറ്റൊരു ഹീബ്രു പദമാണ് ഘഷ. ഘഷ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ കഠിനമായ ഹൃദയം സൂചിപ്പിച്ചുകൊണ്ട് ഹീബ്രുവിൽ അതുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിലെ 5 ക്രിയാപ്രയോഗങ്ങൾ പൊറോവോ നമ്മൾ സൂചിപ്പിച്ചു. ഇനി നാമപദമായിട്ട് പോറോസിസ് ഉണ്ട്. പോറോസിസ് നാമപദമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം. ഈശോ സിനഗോഗിൽ ഒരു കൈ ശോഷിച്ച മനുഷ്യനെ കാണുകയാണ്. പക്ഷെ അത് സാബത്ത് ദിനത്തിലാണ്. ഈശോ ചോദിക്കുന്നു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് ശരി? അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നിട്ട് നമ്മളവിടെ വായിക്കുകയാണ്, അവരുടെ ഹൃദയകാഠിന്യം കണ്ട് ഈശോ പരിതപിച്ചു. എന്നിട്ട് അയാളോട് നടുക്കു വന്ന് നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ സാബത്തിൽ ആ ഒരു സൗഖ്യം ഈശോ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ആ മനുഷ്യർക്ക് അവരുടെ ചില മുൻവിധികൾ കൊണ്ട് അവരുടെ ഹൃദയത്തെ അവർ കഠിനമാക്കി വച്ചിരിക്കുക. അതായത് സാബത്തിൽ ആ മനുഷ്യന് ഈശോ രോഗശാന്തി നൽകാൻ പാടില്ല. ഇതാണ് അവരുടെ നിലപാട്. കണ്ടോ, അതിന് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ പോറോസിസ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പോറോസിസ് എന്ന നാമപദമാണ്. അതുപോലെ റോമ 11:25 എഫേസൂസ് 4:18 ഈ നാമപദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു പദം പഠിക്കാനായി തിരഞ്ഞെടുത്തത്? ഇത് നോമ്പ് കാലത്തിൻ്റെ ആരംഭമാണ്. നമ്മുടെ ഹൃദയം കഠിനമാണോ? ദൈവത്തോടും മനുഷ്യരോടും റെസ്പോൺസിവ്നെസ് ഇല്ലാത്ത ഒരവസ്ഥയാണോ? ദൈവികമായ വെളിപ്പെടുത്തലുകളെ അല്പം പോലും സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് മന്ദിച്ച് കഠിനമായി പോയിരിക്കുകയാണോ? നോമ്പുകാലം കല്ലുഹൃദയം മാംസള ഹൃദയമായി മാറാനുള്ള ഏറ്റവും ഉചിതമായ കാലഘട്ടമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, എൻ്റെ കഠിനതയെല്ലാം മാറ്റി എന്നെ മൃദുലതയുള്ളവളാക്കി തീർക്കണമേ. അങ്ങനെ ആരൊക്കെ കല്ലാണ് നെഞ്ചിലെന്ന് ആരൊക്കെ പറഞ്ഞാലും അങ്ങ് പറയാൻ ഇടയാവട്ടെ. ഹൃദയം മാംസളമായ ഹൃദയമാണ് എൻ്റെ മകനിൽ, എൻ്റെ മകളിൽ ഇപ്പോൾ ഉള്ളത്. അതിന് ഈ നോമ്പുകാലം നമുക്ക് ഇടയാക്കട്ടെ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം